ഒരു കൃത്യമായിട്ടുള്ള ഗൗരവമുള്ള ഇടപെടൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. റിപ്പോർട്ട് ബ്രേക്കിംഗ്. കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതി ഏറ്റെടുക്കാൻ DMRC. പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറെന്ന് സർക്കാരിനെ അറിയിച്ചു. കൊച്ചി മെട്രോ മാതൃകയിൽ രൂപകൽപ്പനയും നിർമ്മാണവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നും അറിയിച്ചു. പദ്ധതി നിശ്ചിത സമയത്തോ അതിലും വേഗത്തിലോ പൂർത്തിയാക്കാൻ DMRCക്ക് സാധിക്കുമെന്നും സംഘം ഉറപ്പ് നൽകിയിട്ടുണ്ട്. സോണൽ കൃഷ്ണയുടെ വിശദാംശങ്ങൾ നൽകാൻ. സോണൽ, എന്തൊക്കെ ഉറപ്പാണ് നൽകിയിരിക്കുന്നത് കൊച്ചി മെട്രോ മാതൃകയിൽ എന്ന് പറയുന്നു? ഒപ്പം ഏതൊക്കെ രീതിയിൽ എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ? ശ്രുതി, പ്രധാനമായി കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. അതായത് ഈ ശ്രീധരന്റെ പദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കാൻ തയ്യാറാവുകയാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഉപസമിതി എന്നുള്ളത്. കാരണം അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ DMRCയുടെ കൂടി ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രസ് റിലീസ് കൂടി വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. DMRC മുന്നോട്ട് വെച്ചിട്ടുള്ളത് തങ്ങളെ ഈ പദ്ധതി ഏൽപ്പിക്കുകയാണെങ്കിൽ കൊച്ചി മെട്രോ എങ്ങനെയാണോ കാര്യക്ഷമമായി പൂർത്തീകരിച്ചത് അതിലും വേഗത്തിൽ കൃത്യമായി ഈ പദ്ധതി പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് DMRC മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 5 വർഷമാണ് ഈ പദ്ധതി പൂർത്തീകരിച്ച് യാത്രായോഗ്യമാക്കാൻ ആദ്യഘട്ടത്തിൽ ഈ ശ്രീധരൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ ജനങ്ങൾക്കിത് യാത്രായോഗ്യമാക്കി പൂർണ്ണമായി ഇതിന് നിർമ്മിതി പൂർത്തീകരിച്ച് നൽകാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉൾപ്പെടെ DMRC മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ പ്രസ് റിലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഓരോ കാര്യങ്ങൾ അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഭാഗവും ആകാശപാതയാണ് ഈ പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. കൂടുതൽ പിന്നീട് തുരങ്കപാതയുണ്ട്. ഏറ്റവും കുറച്ച് മാത്രമേ പ്രതലത്തിലൂടെ ഉണ്ടാവൂ എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. അതോടൊപ്പം കേരളത്തിലുള്ള എയർപോർട്ടുകൾ ബന്ധിച്ചും ഇതോടൊപ്പം റെയിൽവേ ഇതുവരെ ഇല്ലാത്ത ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി കടന്നു പോകുന്നത് എന്നുള്ള കാര്യം കൂടി DMRC മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് കേരള അതിവേഗ റെയിൽ എന്നുള്ളത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിരത്തിക്കൊണ്ട് തന്നെയാണ് DMRC ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും തങ്ങളെ ഈ പദ്ധതി ഏൽപ്പിക്കുകയാണെങ്കിൽ കാര്യക്ഷമമായി അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും എന്നുള്ളതാണ് DMRC തന്നെ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 5 വർഷത്തിന് മുൻപേ തന്നെ ഒരുപക്ഷെ അത് പൂർത്തീകരിച്ച് യാത്രായോഗ്യമാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി DMRC മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ള സംഘം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇതാ യാഥാർത്ഥ്യമാകാൻ പോകുന്നുവോ എന്നുള്ള ചോദ്യമാണ് ഇനിയുള്ളത്. അതായത് ഉപസമിതി ആ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സർക്കാരിന് കൈമാറും. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഉപസമിതി സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് DMRCക്ക് നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അതിവേഗ റെയിൽപാതയുടെ പ്രവൃത്തി തുടങ്ങുമെന്നുള്ളതാണ് ഇന്നലെ ഈ നൌഷാദ് അലി ഉൾപ്പെടെയുള്ള ആളുകളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തങ്ങളുടെ താല്പര്യം പൂർണ്ണമായി DMRC അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത്. ശ്രുതി, അതിവേഗ റെയിൽ പദ്ധതി ഏറ്റെടുക്കാൻ DMRC പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറെന്ന് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.